എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട്, കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ എന്നിവ ഈ ഒരു മെയ് 20-ാം തീയതിക്കുള്ളിൽ, അതായത് ഏകദേശം ഒരു മെയ് 5-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് പറയാത്തത് ഈ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റ്, റിസൾട്ടിൻ്റെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് പറയാത്തത്. കാരണം ഇപ്പോൾ മെയ് 20 എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും മെയ് 20-ന് തന്നെ വരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മെയ് 20-ന് വരുമെന്നല്ല, അതിന് മുമ്പായിട്ട് തന്നെ ഏകദേശം മെയ് 5-ാം തീയതിക്ക് ശേഷം തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, +2 റിസൾട്ട് നിങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ടിൽ നൽകിയിട്ടുണ്ടാകും. അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ്, അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു +2 ടോട്ടലി പാസ്സായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് അല്ല, +2 ഓവറോൾ ആയിട്ട് ഫെയിൽഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം, അതായത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ, റെഗുലർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷയോടൊപ്പം ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള, അതായത് തോറ്റ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 500 രൂപയാണ് അതിന് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വെബ്സൈറ്റ് പറഞ്ഞു തരാം. ഇതാണ് കേരളത്തിൻ്റെ, അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് www.dhsckerala.gov.in എന്ന വെബ്സൈറ്റ്, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ വെബ്സൈറ്റാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് വിദ്യാർത്ഥികളുടെ +2-ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി, അതുപോലെ ഈ ഒരു +2-ൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എന്നിവയെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അതായത് HSCയുടെ ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ആണെങ്കിൽ UHSEMS.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരിക. ഇത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ +2-ൻ്റെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുക, അതായത് ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് നിങ്ങൾ ഈ ഒരു നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന് തോറ്റിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം 6 വിഷയമാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ 6 വിഷയത്തിൽ ചില വിഷയങ്ങൾ 60 മാർക്കിലാണ്, ചില വിഷയങ്ങൾ 80 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക്, അതായത് +2-ൻ്റെ റിസൾട്ടിൽ 3 പാർട്ടീഷനായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക മാർക്ക് ഡീറ്റെയിൽസ്. ഒന്നാമത്തേത് ഫസ്റ്റ് ഇയറിൻ്റെ കൊടുത്തിട്ടുണ്ടാകും, രണ്ടാമത്തേത് സെക്കൻഡ് ഇയറിൻ്റെ കൊടുത്തിട്ടുണ്ടാകും, മൂന്നാമത്തേത് ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ടോട്ടൽ കൂട്ടിയിട്ട് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാൻഡ് ടോട്ടലാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ TE, അതുപോലെ തന്നെ ഈ ഒരു PE, അതുപോലെ തന്നെ CE, അതുപോലെ തന്നെ GM, അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ TE മാർക്കും, അത് ഗ്രേസ് മാർക്ക് ഉള്ളവർ ഗ്രേസ് മാർക്ക് കൂട്ടുക, ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ TE മാർക്ക് മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു TE മാർക്ക് നോക്കുന്ന സമയത്ത്, അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ളവർ അത് ഉൾപ്പെടെയാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തെ മാർക്ക്, TE മാർക്ക്, അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ളവർ അതുകൂടി കൂട്ടുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 36 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 48 മാർക്ക്, 2 വർഷത്തെ TE മാർക്കും, അതുപോലെ തന്നെ CE അല്ല TE മാർക്കും, അതോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കുമാണ് കൂട്ടേണ്ടത്. അതായത് TE മാർക്ക്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉള്ളവർ ആണെങ്കിൽ ഗ്രേസ് മാർക്ക് കൂട്ടുക, അല്ലാത്തവർ ഈ ഒരു TE മാർക്ക് മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48, ഇങ്ങനെ 2 വർഷം കൂടി കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടാതെ ഏതൊരു സബ്ജക്റ്റും ആ ഒരു വിദ്യാർത്ഥി തോറ്റതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് 36 വരെ 35 CE അല്ല, ഈ ഒരു TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോറ്റതായിട്ട് കണക്കാക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നിങ്ങളുടെ TE മാർക്ക്, അതായത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് നോക്കിയിട്ടാണ്. അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു TE മാർക്കിൻ്റെ കൂടെ തന്നെ ഗ്രേസ് മാർക്ക് കൂടി കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് CE മാർക്ക് ഇത് ജയിക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല, എന്നാൽ അത് മാർക്ക് കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം മാർക്ക് TE മാർക്കിനത്തിൽ വാങ്ങിക്കണം. ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾ ആ ഒരു മാർക്ക് ഉൾപ്പെടെ ജയിക്കാൻ വേണ്ട 60 മാർക്കിലെ 36 മാർക്കും 80 മാർക്കിലെ 48 മാർക്കും നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് നേടാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് മനസ്സിലാക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റും ഏതൊക്കെയാണ് തോറ്റുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു തോറ്റ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമുള്ളവർ അതിന് അപേക്ഷിക്കുക. നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും. 10% എന്ന് പറയുമ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പ്ലസ് ടുവിന് നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പായിട്ട്, അതായത് പ്ലസ് ടു എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിലെ മാർക്ക് റീവാലുവേഷന് മുമ്പ് ഉള്ളതിനേക്കാൾ 6 മാർക്ക് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 6 മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ തിരികെ കിട്ടും. ഇതാണ് 10%. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്ക് കൂടിയിട്ടുണ്ട്, അതോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച 500 രൂപ നിങ്ങൾക്ക് തിരികെ ആ ഒരു ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 10% കൂടിയത് ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സേ പരീക്ഷയുടെ അപേക്ഷയാണ്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ സേ പരീക്ഷയുടെ അപേക്ഷയും വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും അതോടൊപ്പം തന്നെ ഒരു ഫോം സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്യുക, അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഒരു വിഷയത്തിന് 175 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അത് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിലാണ്. പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റാണ്. നിങ്ങൾ ഏതൊക്കെ വിഷയത്തിൻ്റെതാണ് പ്രാക്ടിക്കൽ എഴുതാത്തത് അത് നിങ്ങൾ ഇതിനോടൊപ്പം സേ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതേണ്ട നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 175 രൂപ പെർ സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് പ്രാക്ടിക്കൽ ഉൾപ്പെടെ ഫീസ് വരിക. പ്രാക്ടിക്കൽ ഇല്ലാത്തതാണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരുന്നത്. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് വരുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി ആവശ്യമാണ്. ഇതുകൂടി നിങ്ങൾ ആ ഒരു ഫോമിൽ ഒട്ടിച്ച ശേഷം അതുപോലെ ഏതൊക്കെ വിഷയങ്ങളാണ് എഴുതുന്നത്, പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകാവുന്നതുമാണ്. ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷ വന്ന ശേഷം ഏകദേശം 7 ദിവസം വരെയാണ് വിദ്യാർത്ഥികൾക്ക് പേ കൂടാതെയുള്ള അപേക്ഷ ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് വരുന്ന 2 ദിവസം കൂടുന്ന സമയത്ത് ഈ ഒരു അതിനനുസരിച്ച് എക്സ്ട്രാ 20 രൂപ അടക്കേണ്ടതായിട്ട് വരും. പിന്നീട് ആ ഒരു രീതിയിൽ പേ കൂടി ഏകദേശം 600 രൂപയോളം ഫൈനാണ് ലാസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ അപേക്ഷ നേരത്തെ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നാണ് ഈ ഒരു പരീക്ഷ, പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടു സേ പരീക്ഷ എന്ന് പറയുമ്പോൾ തോറ്റ വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയം വേണമെങ്കിലും സേ പരീക്ഷ എഴുതാം. അതുപോലെ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റേത് മാത്രമാണ് പരീക്ഷ. നിങ്ങൾ പ്ലസ് 1 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ കൂടി ആ ഒരു തോറ്റ സബ്ജക്റ്റിന് എത്രയാണോ കുറവുള്ള മാർക്ക് അതുകൂടി നിങ്ങൾ പ്ലസ് ടുവിന് കൂട്ടിയിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ മാത്രമാണ്. അതിൽ പ്ലസ് 1ൻ്റെ സബ്ജക്റ്റുകളൊന്നും ഉണ്ടാവില്ല. കാരണം പല വിദ്യാർത്ഥികളും പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് പ്ലസ് 1 എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പ്ലസ് 1ൻ്റേത് അതിൽ ഒരു ചോദ്യം പോലും ചോദിക്കുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടു റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മാസത്തോടെ ഏകദേശം ജൂൺ പകുതിയോടെയാണ് ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. അതായത് അപേക്ഷ കഴിഞ്ഞ് ഏകദേശം ഒരു 25 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ നടക്കുക. അപ്പോൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് പഠിക്കുകയും അതുപോലെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുകയും അതിൻ്റെ റിസൾട്ട് ഏകദേശം ജൂലൈ മാസത്തോടെ വരികയുമാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും തോൽക്കുകയാണെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷ എഴുതി ജയിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിന് മാർക്ക് കുറയുകയാണെങ്കിൽ ഒരു വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 500 രൂപയാണ് ഫീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ സേ പരീക്ഷയിൽ ഈ ഒരു പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരീക്ഷ മെയ് മാസത്തോടെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു അപേക്ഷിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലാണോ തിയറി ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പ്ലസ് ടു തോൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതാവിലെ വെച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതി ജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.